Hello my dear students, good morning. ഇന്ന് നമുക്ക് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. മോൾ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, പക്ഷെ വളരെയധികം കൺഫ്യൂസിങ്ങുമാണ്. നമ്മൾ ഒരു 9ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് മോൾ കോൺസെപ്റ്റ് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. മോൾ കോൺസെപ്റ്റ് അഥവാ മോൾ എന്ന് പറഞ്ഞാൽ കുറേ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറേ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലായിട്ടാണോ അല്ലയോ എനിവേ പലരും പല ഡെഫിനിഷൻസും പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെഫിനിഷനാണ് എ മോൾ ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ 12 gram ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. അല്ലെ, യൂഷ്വലി നമ്മൾ കേൾക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ പറയുന്നത്. 12 gram ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് എങ്ങനെയോ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചു. നമുക്ക് ഈസിലി നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ മോൾ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മോൾ അറിയാവുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കുറേ പേർക്ക് ഇപ്പോഴും മോൾ എന്താണെന്ന് അറിയാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us come. അപ്പോൾ എന്താണ് മോൾ? മോൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഈസ്, ഇപ്പോൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് പ്രസന്റ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു, ഒരു സബ്സ്റ്റൻസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ 12 gram ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. ലെറ്റ് us come. അതിലേക്ക് എങ്ങനെ വരാം എന്ന് നോക്കാം. നോക്കൂ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ നമ്പർ. ഒന്നുമില്ല, ഇതൊരു നമ്പർ. നമുക്കൊരു ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു ഡസൻ, 12 എണ്ണം. അതേപോലെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്പറാണ്. ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആ നമ്പർ എത്രയാണ്? ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 6.02 × 10⁻23. എത്ര എണ്ണമാണ്? 6.02 × 10⁻23 എണ്ണമാണ് ഒരു മോൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്. അവഗാഡ്രോ നമ്പർ it is represented as Na, Avogadro's number. അപ്പോൾ എന്താണ് ഒരു മോള്? ഇറ്റ് ഈസ് സിംപ്ലി എ നമ്പർ. ആ നമ്പറിന്റെ വാല്യൂ എത്രയാണ്? 6.02 × 10⁻23. ദാറ്റ് ഈസ് കോൾഡ് അവഗാഡ്രോ നമ്പർ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു മോൾ ഓഫ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എത്ര ആപ്പിൾ ഉണ്ട്? 6.02 × 10⁻23 ആപ്പിൾ ഉണ്ട് എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? നൗ ലെറ്റ് us come to chemistry. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. മോൾ എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ്. ആ നമ്പറിന്റെ വാല്യൂ ആണ് 6.02 × 10⁻23. ഓക്കെ അല്ലേ? നമുക്കതിന്റെ ബേസിലേക്ക് വരാം, കെമിസ്ട്രിയിലേക്ക് വരാം. നമ്മൾ ഒരു ആറ്റത്തിന്റെ, നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് വളരെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്തോ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിനെയാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആറ്റത്തിന്റെ മാസ് അഥവാ ആറ്റോമിക് മാസ് നമ്മൾ ഒരു റെഫറൻസ് വിത്ത് റെസ്പെക്ട് ടു അതർ, ഒരാളെ വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒരു ആറ്റത്തിനെ എടുത്ത് നമുക്ക് ത്രാസിൽ കൊണ്ടുപോയി തൂക്കി അതിന് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു അതർ. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ 12 എന്ന് പറയുന്ന ഒരു കാർബൺ ആറ്റത്തിന്റെ മാസിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആറ്റങ്ങളുടെ മാസ് നമ്മൾ പറയുന്നത്. അതാണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിലേറ്റീവ് ആറ്റോമിക് മാസ്. Now let us come. ഒരു കാർബൺ ആറ്റത്തെ എടുക്കാം. ഒരു കാർബൺ ആറ്റം we know 612 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഈ 6 എന്താണ്? ആറ്റോമിക് നമ്പർ. ഈ 12 എന്താണ്? മാസ് നമ്പർ. ഇതിന്റെ മീനിങ് എന്താണ്? ഇതില് 6 പ്രോട്ടോൺ ഉണ്ട്, 6 ന്യൂട്രോൺ ഉണ്ട്. There is number of protons. Number of protons is equal to 6. Number of neutron is also is equal to 6. And number of electron is also equal to 6. അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ് ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ. ഓക്കെ, അപ്പം ഒരു കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ അതിൽ 6 പ്രോട്ടോൺ ഉണ്ട്, 6 ന്യൂട്രോൺ ഉണ്ട്.
6 ഇലക്ട്രോൺ ഉണ്ട്. ഇനി we know the mass of proton. Mass of proton എത്രയാണ്? 1.67 into 10 raised to minus 24 ഗ്രാമിനെയാണ് mass of proton എന്ന് പറയുന്നത്. Mass of proton 1.67 into 10 raised to minus 24 gram is called mass of proton. അത്രയാണ് ഒരു പ്രോട്ടോണിന്റെ മാസ്. And neutronന്റെ മാസും which is similar to this proton itself, that is mass of neutron is also equal to 1.67 into 10 raised to minus 24 എന്ന് തന്നെ നമ്മൾ എടുക്കുന്നു. That is neutron is little bit greater than proton. Anyway നമ്മൾ മാസ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുന്നു. And what is the mass of electron? 9.1 into 10 raised to minus 27 gram. That's the mass of electron. And we have to know the relation. Mass of electron എന്ന് പറയുന്നത് 1/1837 mass of proton ആണ്. ഇത് നമുക്ക് ഓർത്തു വെക്കണം. യൂഷ്വലി ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ് mass of electron mass of proton തമ്മിലുള്ള ബന്ധം. ഓക്കെ അല്ലേ? അപ്പൊ ഈ 1.67 into 10 raised to minus 24 നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 AMU എന്ന് വിളിക്കുന്നത്. 1 AMU. 1 AMU എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റോമിക് മാസ് യൂണിറ്റ്. ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ അതിന് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ 1 AMU എന്ന് പറയുന്നത് എത്രയാണ്? 1.67 into 10 raised to minus 24. Okay അല്ലേ? Now let us come to this carbon atom. അപ്പോൾ what is mass of one carbon atom? Mass of one carbon atom. Mass of one carbon atom എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിന്റെ മാസാണ്. ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ മാസാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ആണുള്ളത്. അപ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ ആണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്. അപ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 6 പ്രോട്ടോൺസ് ഉണ്ട്. എത്ര ന്യൂട്രോൺസ് ഉണ്ട്? അവിടെയും 6 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ 6 into this one and 6 into this one. അതാണ് ടോട്ടൽ മാസ്. So we can say that is equal to 12 AMU. ഓക്കെ ആണോ? അതായത് 6 into 1 AMU plus 6 into 1 AMU. That is equal to 12 AMU. So what is the mass of one carbon atom? That is equal to 12 AMU. That is equal to 12 into 1.67 into 10 raised to minus 24 gram. ഒരു AMU എന്ന് പറയുന്നത് ഇത്രയും ഗ്രാം ആണ്. That means in terms of gram we can write 12 into 1.67 into 10 raised to minus 24 gram. ഇത് എത്ര ആറ്റത്തിന്റെ? ഒരു ആറ്റത്തിന്റെ മാസ് ആണ് 12 AMU. ശരിയായോ? ഒരു കാർബൺ ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 12 AMU എന്ന് വിളിക്കുന്നത്. Now let us come to 1 mole. 1 mole of carbon atom. നമ്മളിപ്പോ പറഞ്ഞു ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണ്. ആ നമ്പറിൽ എത്ര എണ്ണം ഉണ്ട്? 6.02 into 10 raised to 23 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ മാസ് എത്രയാണ്? ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് 12 ആണ്. 12 AMU ആണ്. അപ്പോൾ ഒരു മോൾ എന്ന് പറയുമ്പോൾ അവിടെ എത്രയുണ്ട്? That is equal to 6.02 into 10 raised to 23 into 12 AMU. അല്ലേ? ഇനി നമുക്ക് let us convert it into gram. AMU എന്ന് പറയുന്നത് 1.67 into 10 raised to minus 24 gram ആണ്. That is equal to 6.02 into 10 raised to 23 into 12 into 1.67 into 10 raised to minus 24. And this value if we are multiplying we will get 10. So the value become 12 gram. കിട്ടിയോ? The value become 12 gram. അപ്പോൾ 12 gram എന്ന് പറഞ്ഞാൽ ആരുടെ മാസാണ്? ഒരു മോൾ ഓഫ് കാർബണിന്റെ മാസാണ്. ഒരു മോൾ ഓഫ് കാർബണിന്റെ മാസാണ്. So it is called molar mass. It is called molar mass. So mass is given in grams. That is for molar mass. അപ്പോൾ always ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? മോളാർ മാസ് ആയിരിക്കും. AMU ലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഒരു ആറ്റത്തിന്റെ മാസ് ആയിരിക്കും.
അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ മാസ് ആയിരിക്കും. കോൺസെപ്റ്റ് കിട്ടിയോ? അപ്പോൾ ഒരു മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? മോളാർ മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 12 gram ആണ്. ഇനി നമ്മൾ എന്താ ഈ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്? Let us see. In the case of oxygen atom, 1 oxygen atom എടുക്കാം. ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 16 ആണ്. എന്ന് പറഞ്ഞാൽ there are 8 proton, 8 neutron and 8 electron. അല്ലേ? അപ്പം what is mass of 1 oxygen atom? 8 into 1 AMU plus 8 into 1 AMU, that is equal to 16 AMU. അല്ലേ? 16 AMU. That is 16 AMU എന്ന് പറയുന്നത് 1 AMU എന്ന് പറയുന്നത് എന്താണ്? 1.67 into 10⁻²4 ആണ്. അപ്പോൾ 16 AMU എന്ന് പറയുമ്പോൾ 16 into 1.67 into 10⁻²4 അത്രയും ഗ്രാം. അപ്പോൾ ഒരു മോളിന്റെ മാസ് എത്രയായി? ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ അത് എത്രയായി? 16 gram എന്നായി. അപ്പോൾ 16 gram എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് നോക്കൂ, ഒരു മോൾ ഓഫ് കാർബണിന്റെ മാസ് 12 gram ആണ്. 1 gram എന്ന് പറയുന്നത് 1/12 ആണ്. അപ്പോൾ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് it is how much times heavier than 1/12 the mass of carbon 12 isotope. മനസ്സിലായോ? അപ്പൊ 16 AMU എന്ന് പറയുന്നത് ഓക്സിജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 AMU ആണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു AMUവിനേക്കാളും 16 ടൈംസ് ആണ്. ശരിയായോ? അതാണ് നമ്മൾ ആറ്റോമിക് മാസ്, മോളാർ മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മാസാണ്. മോളാർ മാസ് എന്ന് പറയുന്നത് ഒരു മോളിന്റെ മാസാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു മോളിലുള്ള ടോട്ടൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിന്റെ സമ്മിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇല്ലേ? ഓക്കെ. Now, 1 mole of an ideal gas volume of 1 mole of ideal gas at STP is equal to 22.4 liter. From Avogadro's explanation for the study, it shows that volume of 1 mole of any ideal gas, ഏതൊരു ഐഡിയൽ ഗ്യാസും ഒരു മോള് ഏതൊരു ഐഡിയൽ ഗ്യാസിന്റെയും STP ഉള്ള വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. വാട്ട് ഈസ് STP? STP എന്ന് പറഞ്ഞാൽ constant standard temperature and pressure, that is 273 Kelvin temperature and pressure is equal to 1 atmosphere. That is STP. At STP condition, the volume of any ideal gas is equal to 22.4 liter, that is equal to 22.4 decimeter cube, that is equal to 22,400 ml, that is equal to 22,400 centimeter cube. ഓർക്കുക, ml-ഉം സെന്റിമീറ്റർ ക്യൂബും ഒരുപോലെയാണ്, ലിറ്ററും ഡെസിമീറ്റർ ക്യൂബും ഒരുപോലെയാണ്. ക്വസ്റ്റ്യൻസ് ഡെസിമീറ്റർ ക്യൂബിൽ തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരരുത്, അത് രണ്ടും ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി ഐഡിയൽ ഗ്യാസ് at STP consists of 22.4 liter. അവഗാഡ്രോ നമ്പർ ഓഫ് ഏതൊരു ഗ്യാസിന്റെയും വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. മോളാർ മാസ് അല്ലേ? വോളിയം എത്ര? മോളാർ മാസ് ഓഫ് എന്നുണ്ട്. മോളാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് A ഈസ് ഗിവൺ. അപ്പോൾ അതിന്റെ വോളിയം എത്രയാണ് at STP? That is equal to 22.4 liter.
So this volume is called molar volume. So 22.4 എന്ത് വിളിക്കുന്നു? Molar volume എന്ന് വിളിക്കുന്നു. Molar volume. Molar volume. Concept കിട്ടിയോ? Okay. So ഈ മൂന്ന് ഡെഫിനിഷൻ അപ്പോൾ നമ്മളിപ്പോൾ ആറ്റത്തിന്റെ കേസിൽ പറഞ്ഞു, മോൾസിന്റെ കേസിൽ പറഞ്ഞു, അതുപോലെ വോളിയത്തിന്റെ കേസിൽ പറഞ്ഞു. അപ്പോൾ ആറ്റത്തിന്റെ കേസിൽ പറഞ്ഞത് എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു മോൾ എന്ന് വിളിക്കുന്നത്. അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൽ. അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതുപോലെ അവഗാഡ്രോ നമ്പർ ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് STPയുടെ വോളിയം ആണ് എന്ത്? 22.4 ലിറ്റർ എന്ന് പറയുന്നത്. അതിനെയാണ് മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മോളിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം? മോൾ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മാസ്, number of moles in terms of mass എങ്ങനെ ഡിഫൈൻ ചെയ്യാം? given mass by molar mass. Remember what is molar mass? Mass of 1 mole. of any substance. നമ്മളിപ്പോൾ ഗ്യാസ് ആണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റമാണ് എടുക്കുന്നതെങ്കിൽ 1 mole of ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് എടുക്കുന്നതെങ്കിൽ 1 mole of ഹൈഡ്രജൻ മോളിക്യൂൾ. അമോണിയ ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിൽ 1 mole of അമോണിയ മോളിക്യൂൾ. ക്ലിയർ ആയോ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. വോളിയത്തിലാണെങ്കിൽ പറയുന്നതെങ്കിലോ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. നമ്പർ ഓഫ് ആറ്റത്തിലാണ് പറയുന്നതെങ്കിലോ ഗിവൺ നമ്പർ ഓഫ് ആറ്റം by Avogadro's number, that is 6.02 into 10⁻23. ഓക്കെ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസിന്റെ ഡിഫറെന്റ് ഡെഫിനിഷൻ നമുക്ക് ത്രൂ ഔട്ട് ആവശ്യമുള്ളതാണ്. മറന്നു പോകരുത്. നമ്മുടെ ബേസ് ആണ്. ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയുണ്ടാവും. എങ്കിലും ഞാൻ പറയുകയാണ്, പലർക്കും മോൾ കോൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റമാണോ ഗ്രാമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് അത് വെറും ഒരു നമ്പർ ആണ്. നമ്മൾ ഡസൻ എന്ന് പറയുന്നത് പോലെ ഒരു നമ്പർ മാത്രമാണ്. കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ സിമ്പിൾ ആയിട്ട് 2-3 പ്രോബ്ലം നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ammonia gas in 34 gram of ammonia. Number of moles of ammonia gas present in 34 gram of ammonia. Direct alle. But number of moles നമ്മൾ direct equation പഠിച്ചു വെച്ചിട്ടുണ്ട്. Number of moles is equal to given mass by molar mass. What is given mass? 34. What is molar mass of ammonia? Nitrogen 14, hydrogen what? 1 into 3. അപ്പോൾ total 3. അപ്പോൾ 14 plus 3 17. 34 by 17 that is equal to 2. അപ്പോൾ എത്ര മോൾസ് ഉണ്ട്? 2. ശരിയായോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ 34 gram number of moles of hydrogen atom present in 34 gram of ammonia എന്നാണെങ്കിലോ number of moles of hydrogen atom present in 34 gram of ammonia ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഒരു മോൾ ഓഫ് അമോണിയയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു മോൾ ഓഫ് അമോണിയയിൽ 3 മോൾ ഓഫ് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഉണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു? 2 മോൾ ഓഫ് അമോണിയ ഉണ്ട്. അപ്പോൾ 2 മോൾ ഓഫ് അമോണിയയിൽ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്? 2 into 3 moles of hydrogen present. Clear ആയോ? ഇത്രയും ഹൈഡ്രജൻ ആറ്റമാണ്. moles of hydrogen. ഇതേ ക്വസ്റ്റ്യൻ calculate the number of atoms present in 34 gram of ammonia എന്നാണെങ്കിലോ number of hydrogen atoms present in 34 gram of ammonia എന്നാണെങ്കിലോ ഒരു മോൾ ഓഫ്
അമോണിയയില് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 3 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്? ഞാൻ പറഞ്ഞു 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്? അവഗാഡ്രോ നമ്പർ. അപ്പൊ 3 മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്? 3 into അവഗാഡ്രോ നമ്പർ. അപ്പൊ 1 മോളില് 3 into അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇവിടെ എത്ര മോൾസ് ഉള്ളത്? 2 മോൾ ഉള്ളത്. അപ്പൊ 2 മോളിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും? 2 into 3 into അവഗാഡ്രോ. സിമ്പിൾ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. Similarly, number of moles of, calculate number of moles of methane present in 11.2 liter at STP. 11.2 ലിറ്റർ STP ല് എത്ര മീഥൈൻ ഗ്യാസ് ഉണ്ട്? എത്ര മോൾസ് ഓഫ് മീഥൈൻ ഗ്യാസ് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1 മോൾ ഓഫ് മീഥൈൻ ഗ്യാസിൽ എത്രയുണ്ട്? 1 മോൾ ഓഫ് മീഥൈൻ ഗ്യാസിന്റെ വോളിയം എന്താണ്? 22.4 ലിറ്റർ. അപ്പൊ 22.4 ലിറ്ററില് എത്ര മീഥൈൻ ഗ്യാസ് ഉണ്ട്? 1 മോൾ ഓഫ് മീഥൈൻ ഗ്യാസ് ഉണ്ട്. അപ്പൊ 11.2 എത്രയുണ്ട്? 1/2.5 മോൾസ് ഓഫ് മീഥൈൻ ഗ്യാസ്. ശരിയായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ കൂടുതൽ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് ബേസ് ആയിട്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ സിമ്പിൾ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള നമുക്ക് നീറ്റിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.